പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനമായിരുന്നു തമിഴ്നാട്. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടുള്ള വലിയ മുന്നേറ്റം ആയിരുന്നു TVK നടത്തിയത്. എന്നാൽ TVKയ്ക്ക് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ഭൂരിപക്ഷം തികയ്ക്കാൻ സാധിച്ചതുമില്ല. 234 സീറ്റുകൾ ഉള്ള തമിഴ്നാട്ടിൽ 108 സീറ്റുകളിൽ ആയിരുന്നു വിജയുടെ TVKയ്ക്ക് വിജയിച്ച് കയറാൻ സാധിച്ചത്. അതിൽ തന്നെ 2 സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തു. അതായത് നിയമസഭയിലേക്ക് എത്തുമ്പോൾ ആ ഭൂരിപക്ഷം ചുരുക്കത്തിൽ 107 എന്ന് തന്നെ പറയാം. പിന്നീട് കോൺഗ്രസിൻ്റെയും CPIM, CPI, ലീഗ് ഉൾപ്പെടെയുള്ള ചെറിയ പാർട്ടികളുടെയും പിന്തുണയോട് കൂടിയാണ് TVK സർക്കാർ രൂപീകരിച്ചത്. ആ ഘട്ടത്തിലടക്കം ഈ സർക്കാരിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും, രാഷ്ട്രീയ പരിജ്ഞാനം കുറവുള്ള TVKയ്ക്ക് സുസ്ഥിരമായൊരു സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന സംശയമൊക്കെ ഉരുത്തിരിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴിതാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, TVKയിലേക്ക് കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ അടുക്കുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അത് AIADMKയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെയെങ്കിലും DMKയുടെ നെഞ്ചിടിപ്പ് കൂടി ഇത് ഉയർത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമ്മളിനി വിശദമായി പരിശോധിക്കുന്നത് തമിഴക രാഷ്ട്രീയത്തിലെ വിജയിയുടെ രാഷ്ട്രീയ ഓപ്പറേഷൻ എന്ത് എന്നതാണ്. ഇതാ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 3 AIADMK MLA മാർ ആണ് നിയമസഭാ അംഗത്വം രാജിവെച്ചത്. ഒരുപക്ഷെ AIADMK ക്യാമ്പിനെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ഉള്ള ഒരു നീക്കം ആയിരുന്നു ആ രാജി എന്ന് തന്നെ പറയാം. അവർ ഇപ്പോൾ TVKയിൽ ചേർന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ആരൊക്കെയാണ് അവർ എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാ ഈ 3 MLA മാർ. അതിൽ ആദ്യത്തേത് നമുക്ക് മധുരാന്തകം എന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള മരകതം കുമരവേൽ എന്ന അംഗം ആണ് രാജിവെച്ചത്. രണ്ടാമത്തേത് AP സത്യഭാമയാണ്. ധാരാപുരം എന്ന നിയമസഭാ മണ്ഡലത്തിലെ MLA ആയിരുന്നു. മറ്റൊരാൾ S ജയകുമാർ ആണ്. പെരുന്തറൈ എന്ന മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ അംഗമായിരുന്നു. ഇവിടെ ഈ 3 പേരും AIADMK ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച് കയറിയ MLA മാരാണ്. ഈ 3 അംഗങ്ങളുടെ രാജിയാണ് യഥാർത്ഥത്തിൽ AIADMK കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നത്. ഇവർ തീർച്ചയായും TVKയുടെ ഭാഗമാകുന്നു എന്നതിൽ നിന്ന് തന്നെ മുതിർന്ന നേതാക്കൾ വരും ദിവസങ്ങളിലടക്കം TVKയിലേക്ക് കുടിയേറിയേക്കാം എന്ന സൂചനകൾ ആണ് പുറത്തു വരുന്നത്. എങ്ങനെയാണിത് AIADMKയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്? അതാണ് നമ്മൾ ഇനി വിശദമായി നോക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ വിജയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നീക്കങ്ങൾക്ക് എതിരെ AIADMKയും DMKയും രംഗത്ത് വന്നിട്ടുണ്ട്. വിജയ് നടത്തുന്നത് കുതിരക്കച്ചവടമാണ് എന്ന ആരോപണം ആണ് ഇപ്പോൾ DMKയും AIADMKയും ഉന്നയിക്കുന്നത് എന്നതാണ്. ആ ആരോപണം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാം. കാരണം AIADMK ക്യാമ്പും DMK ക്യാമ്പും ഇപ്പോൾ ആശങ്കപ്പെടുന്നുണ്ട്. അവർക്ക് കൂടുതൽ അംഗങ്ങളെ നഷ്ടമാകുമോ, നിലവിലെ സാഹചര്യത്തിൽ TVKയിലേക്ക് കൂടുതൽ അംഗങ്ങൾ പോകുമോ എന്നുള്ളത്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 234 അംഗങ്ങൾ ഉള്ള തമിഴ്നാട്ടിലെ നിയമസഭയിൽ AIADMKയുടെ അംഗബലം എന്നത് 47 ആയിരുന്നു എന്നുള്ളതാണ്. AIADMK പിന്നീട് വിശ്വാസ വോട്ടെടുപ്പിന്റെ ഘട്ടത്തിലടക്കം ഭിന്നിച്ചു പോയത് നമുക്കറിയാം. ആ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ആകെ ഉണ്ടായിരുന്ന 47 അംഗങ്ങൾ ഇപ്പോൾ 44 എന്ന നിലയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായിരുന്നു AIADMK നേരിട്ടത് എങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇപ്പോൾ AIADMK തിരിച്ചടി തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ AIADMKയിൽ വലിയൊരു സ്പ്ലിറ്റ് രൂപപ്പെട്ടിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ AIADMKയിൽ ഒരു പ്രത്യേക വിഭാഗവും, അതേസമയം തന്നെ എടപ്പാടിയോട് നയപരമായ വിയോജിപ്പുകൾ ഉള്ള CV ഷൺമുഖത്തിൻ്റെയും SP വേലുമണിയുടെയും നേതൃത്വത്തിൽ മറുവിഭാഗവും രൂപപ്പെടുകയും ചെയ്തു. പിന്നീട് നമ്മൾ കണ്ടതാണ് തമിഴ്നാടിലെ നിയമസഭയിൽ തമിഴ്നാട് നിയമസഭയിലെ സ്പീക്കറെ അടക്കം 2 വിഭാഗങ്ങളായി അവരുടെ നേതാക്കൾ എന്ന നിലയിൽ AIADMKയുടെ പ്രവർത്തകരും MLA മാരും വ്യത്യസ്തമായി റിപ്പോർട്ടുകൾ നൽകിയത് ഉൾപ്പെടെ അവരുടെ നിയമസഭാ കക്ഷി നേതാവ് ആര് എന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയതും അന്ന് തമിഴക രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഇനിയിപ്പോൾ ഈ എടപ്പാടി പളനിസ്വാമി വിഭാഗത്തിനും ഒപ്പം ഷൺമുഖം വേലുമണി വിഭാഗത്തിനും എന്താണ് തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ അതിലേക്കാണ് പോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എടപ്പാടി പളനിസ്വാമി വിഭാഗം, അതോടൊപ്പം തന്നെ ഷൺമുഖം വിഭാഗം. നേരത്തെ ഷൺമുഖം വേലുമണി വിഭാഗത്തിന് 25 പേരുടെ പിന്തുണയാണ് നിയമസഭയിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ആ വിശ്വാസ വോട്ടെടുപ്പ് സമയത്ത് ഈ അംഗങ്ങൾ
വിജയിയെ പിന്തുണച്ചത് അടക്കം ന്യൂസ് ട്രെൻഡ്സ് വിശദമായി ചർച്ച ചെയ്തതാണ്. ഈ 25 അംഗങ്ങളിൽ ആണ് 3 പേർ ഇപ്പോൾ രാജിവെച്ചിട്ടുള്ളത് എന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൽ തന്നെ 5 അംഗങ്ങൾ ഈ AADMKയിൽ നിന്ന് പിൻവാങ്ങിയ സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ നിലവിൽ 17 എന്ന നിലയിലേക്ക് ഈ ഷൺമുഖം വേലുമണി വിഭാഗത്തിന്റെ അംഗസംഖ്യ കുറഞ്ഞു എന്നുള്ളതാണ്. അതേസമയം മറുഭാഗത്ത് എടപ്പാടിക്ക് ഈ സാഹചര്യത്തിൽ ഒരൽപ്പം നേട്ടം എന്ന് തന്നെ പറയാം. കാരണം നേരത്തെ 22 അംഗങ്ങൾ ആയിരുന്നു വിശ്വാസ വോട്ടെടുപ്പിന്റെ സമയത്തടക്കം എടപ്പാടി പളനിസ്വാമിയോട് ഒപ്പം ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് 27 പേർ എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് നേരത്തെ വേലുമണി വിഭാഗത്തോടൊപ്പം പോയ 5 അംഗങ്ങൾ തിരികെ എടപ്പാടി പളനിസ്വാമിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ്. ഇതാണ് തമിഴക രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി എന്താണ് തമിഴകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളത്? നമ്മൾ അതിലേക്ക് പോകുമ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്നത് TVK സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ഈ TVKയുടെ നേതാവ് കൂടിയായിട്ടുള്ള വിജയ്, അദ്ദേഹം സിനിമകളിലൊക്കെ സൂപ്പർ പരിവേഷത്തോടു കൂടിയാണ് എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയായി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയാകുമ്പോൾ അതത്ര എളുപ്പമല്ല എന്നതായിരുന്നു DMKയുടെയും AADMKയുടെയും കണക്കുകൂട്ടൽ. എന്നാൽ ഇപ്പോൾ TVK നടത്തുന്ന നീക്കങ്ങൾ അത് കൂടുതൽ ജനപ്രിയമാകുന്നു എന്ന വിലയിരുത്തലുണ്ട്. അതിൽ തന്നെ നമുക്കറിയാം, സ്ത്രീകൾക്ക് എതിരായ ചൂഷണങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഘത്തെ വിജയ് നിയോഗിച്ചു എന്നുള്ളതാണ്. ഒപ്പം മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെ യുവാക്കളെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഇത്തരം നീക്കങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നു. അപ്പോൾ TVKക്ക് കൂടുതൽ പരിഗണനയും ഇടവും ലഭിക്കുന്നു. ഒരു പക്ഷേ വിജയ് നിരസിച്ച സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും അവിടെ TVK ആയിരിക്കും വിജയിക്കുക എന്ന ഒരു നിരീക്ഷണമുണ്ട്. അങ്ങനെയെങ്കിൽ വിജയ് പിന്മാറിയ നിയമസഭാ സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനോടൊപ്പം കൂടുതൽ നിയമസഭാ സീറ്റുകളിൽ തമിഴ്നാട്ടിൽ ഒരു പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കാം. ആ സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഈ 3 അംഗങ്ങൾക്ക് പുറമെ കൂടുതൽ അംഗങ്ങൾ ഒരു പക്ഷേ തമിഴ്നാട്ടിൽ MLA പദവി രാജിവെച്ചേക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ രാജിവെക്കുന്ന അംഗങ്ങൾ TVK ടിക്കറ്റിൽ മത്സരിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ AADMKയിൽ നിന്നോ DMKയിൽ നിന്നോ വിട്ടുവരുന്ന അംഗങ്ങളിൽ കൂടുതൽ ആളുകൾക്ക് TVK ഇടം നൽകും എന്ന സൂചനകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ TVK കൂടുതൽ ശക്തമാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിന് ആനുപാതികമായി AADMK ദുർബലമാകും. ഒരു പക്ഷേ DMKയും അത്തരത്തിൽ ആശങ്കപ്പെടുന്നു എന്നതാണ് സാധ്യതയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, എടപ്പാടി പളനിസ്വാമി രാഷ്ട്രീയത്തിലേറെ അനുഭവ സമ്പത്തുള്ള ആളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എടപ്പാടി പളനിസ്വാമിക്ക് ഒരു ഘട്ടത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. കാരണം വിമതപക്ഷം AADMKയിൽ വിമതപക്ഷം കൂടുതൽ കരുത്താർജിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എടപ്പാടി പളനിസ്വാമി ഈ രാഷ്ട്രീയ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒപ്പം തമിഴക രാഷ്ട്രീയമാണ്. അവിടെ ഈ പറയുന്നത് പോലെ രാഷ്ട്രീയത്തിൽ അങ്ങനെ സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ AADMKയിൽ വിഭജിച്ചു നിൽക്കുന്ന വിമതരായി നിൽക്കുന്ന വിഭാഗവുമായി എടപ്പാടി പളനിസ്വാമി ചർച്ചകൾ നടത്തിയേക്കാം. അങ്ങനെ AADMKയെ ഒരുമിപ്പിച്ചു നിർത്തുവാനുള്ള നീക്കങ്ങൾ ഒരു പക്ഷേ എടപ്പാടി പളനിസ്വാമിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ ഈ ഭിന്നിച്ചു നിൽക്കുന്നവരിൽ കൂടുതൽ അഭിപ്രായ ഭിന്നതകൾ ഉള്ളവർ TVKയുടെ ഭാഗമായി വിജയിയോടൊപ്പം പോയാൽ മറ്റുള്ളവർ പിന്നീട് ഒരുമിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം തമിഴ്നാട്ടിൽ ഉണ്ടായേക്കാം എന്നതാണ്. ഇനി മറ്റൊരു സാധ്യത കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്, ഇപ്പോൾ DMKയും AADMKയും അവർ സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളല്ല. പക്ഷേ ഞാൻ സൂചിപ്പിച്ചു, രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെ പരസ്പര വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ആളുകൾ ഒരു പക്ഷേ വളരെ പെട്ടെന്ന് അടുക്കുന്നത് രാഷ്ട്രീയത്തിൽ കാണാം. ഇപ്പോൾ തന്നെ TVK ഭരണത്തിലിരിക്കുന്നത് ഈ DMK മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച കോൺഗ്രസിനോടൊപ്പമാണ്. TVKക്ക് വലിയ ഒറ്റക്കക്ഷിയാകാൻ സാധിച്ചതോടെ ഏറ്റവും ആദ്യം പിന്തുണ അറിയിച്ചത് കോൺഗ്രസ് ആണ്. അങ്ങനെ കോൺഗ്രസിൻ്റേത് വഞ്ചനാപരമായ നിലപാട് എന്നതാണ് DMK പറഞ്ഞത്. DMK അംഗങ്ങൾ വോട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് അവിടെ കോൺഗ്രസ് വിജയിച്ചത് എന്നതാണ് പറഞ്ഞത്. പക്ഷേ ആ കോൺഗ്രസ് ഇപ്പോൾ TVKയുടെ ഭാഗമാണ്. അപ്പോൾ നാളെ ഒരു പക്ഷേ ഈ AADMKയും DMKയും TVKയുടെ വളർച്ചയെ മുന്നിൽ കണ്ടുകൊണ്ട് അതിന് തടയിടേണ്ടതിൻ്റെ ആവശ്യകതയെ മുന്നിൽ കണ്ടുകൊണ്ട് പരസ്പരം ചർച്ചകൾക്ക് തയ്യാറായേക്കാം.
നമുക്ക് നേരത്തെ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് വിജയ് സർക്കാർ ഏറെ മുന്നോട്ട് പോകില്ല എന്നും അതുകൊണ്ട് തന്നെ ഏറ്റവും ജാഗ്രതയോടെ ഏതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റിനെയും പ്രയോജനപ്പെടുത്താൻ തയ്യാറായിരിക്കണം എന്നും DMK-യുടെ നേതാവ് കൂടിയായിട്ടുള്ള സ്റ്റാലിൻ അണികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ മുതലെടുക്കാൻ പരിചയസമ്പന്നരായ രാഷ്ട്രീയ നേതാക്കൾ തീർച്ചയായും തയ്യാറാകും. അവിടെയാണ് DMK-യും AIADMK-യും അവർ ഇപ്പോൾ വ്യത്യസ്തമായ ധ്രുവങ്ങളിലാണ്. പ്രത്യേകിച്ച് BJP-യുമായി അടക്കം സഖ്യത്തിലായിരുന്നു AIADMK എന്ന് നമുക്കറിയാം. പക്ഷേ തമിഴക രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അവിടെ ദ്രാവിഡ രാഷ്ട്രീയം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, സ്വത്വ രാഷ്ട്രീയം എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഈ ദ്രാവിഡ മുന്നേറ്റ കഴകങ്ങൾ അവർക്ക് യോജിച്ചു പോകാൻ പറ്റുന്ന രാഷ്ട്രീയ പരിസരമാണ് തമിഴ്നാട്ടിൽ ഉള്ളത്. അതും സംഭവിക്കാം. ഇതാണ് തമിഴക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും TVK-യുടെ നീക്കങ്ങൾക്ക് എതിരെ ഇപ്പോൾ DMK-യും AIADMK-യും രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം TVK ആകട്ടെ കൂടുതൽ ശക്തരാകാനുള്ള ശ്രമം തുടർന്നുകൊണ്ടും ഇരിക്കുകയാണ്. ഇനി നമ്മൾ പോകേണ്ടത് കർണാടകത്തിലേക്കാണ്. കർണാടകത്തിൽ എന്നാൽ പാർട്ടിക്കകത്ത് തന്നെ കോൺഗ്രസിനകത്ത് തന്നെയാണ് ഭിന്നത നിലനിൽക്കുന്നത്. അത് DK ശിവകുമാർ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പോരാണ്. ആ പോരിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം.